എത്ര നല്ലത് ചെയ്താലും ചില മണ്ടത്തരങ്ങളില്ലേ, അതാണ്. അപ്പം നമ്മൾ മനുഷ്യന്മാർക്കും സംഭവിക്കും. ഞാന് ബ്രേക്ക് പാഡ് മാസത്തിൽ ഒന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് ഫ്രണ്ടിലത് വണ്ടി ഓഫ് ആയിട്ടില്ല, സ്റ്റാൻഡിലുണ്ട്, വണ്ടി ഓഫ് ആയിട്ടില്ല. അപ്പൊ അത് ലാസ്റ്റ് വന്ന അപ്ഡേഷനില് കറണ്ട് ബില്ല് വരുന്നത് ഈ 2 മാസം കൂടുമ്പോഴുള്ള ബില്ലാണോ? 2 മാസം 600 650. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വണ്ടി, അതായത് ഇന്ത്യയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു വണ്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2015 ശേഷം ഫ്യൂവൽ പ്രൈസസ് നല്ലോണം ഹൈക്ക് ചെയ്തു. ഒരു 80, 90, 100, ഇപ്പോൾ 110 ആ റേഞ്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു സമയങ്ങളിൽ നമ്മുടെ സാധാരണക്കാർ തപ്പിക്കൊണ്ട് നടന്നിരുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ സോഴ്സ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് തപ്പി നടന്ന സമയത്താണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നതും. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടി ഒരു ജനകീയമായിട്ടും വിപ്ലവമായിട്ടും മാറിയത് ഈ ഒരു വണ്ടി വന്നപ്പോഴാണെന്ന് ശരിക്കും പറയാം. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും നല്ല വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നമുക്കുള്ളത്. സോ അതിനെ പറ്റിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു വണ്ടി. 2017 നമ്മുടെ ഓല ശരിക്കും ഇന്ത്യയിൽ അവതരിപ്പിച്ചതെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂവലിന്റെ പ്രൈസിന്റെ ആ ഒരു ഹൈക്ക് കാരണം തന്നെയാണ് ഈ ഒരു വണ്ടി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതും. ആ സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഈ വണ്ടി ഫേസ് ചെയ്തിരുന്നു. അതായത് ഇതേപോലെ സോഫ്റ്റ്വെയറിന്റെ ഹാർഡ്വെയറിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചിലവർക്ക് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ചിലയിടത്ത് കത്തുന്നു, ചിലയിടത്ത് പുക വരുന്നു, ഇങ്ങനെയൊക്കെ ഓരോ കംപ്ലൈൻസ് ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ഇതിന്റെ ഓരോരോ പ്രശ്നങ്ങളും, അത് അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് മാറ്റിയാണ് പിന്നെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2017 ഓല ഇറങ്ങിയപ്പോൾ ആകെ 1-2 വേരിയന്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതില് റേഞ്ച് തന്നെ ഏകദേശം 120, 110 ആ റേഞ്ചൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ റിയൽ ടൈം മൈലേജ് ഏകദേശം 70, 60, 80 റേഞ്ചുകളിൽ തന്നെ ഒതുങ്ങിയിരുന്നു. പക്ഷെ ഇപ്പൊ വരുന്ന പുതിയ കുറെ വേരിയന്റുകളുണ്ട്. ഇപ്പോൾ 5 വേരിയന്റ് ഏകദേശം ഉണ്ട് ഇതിന്. അതില് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണിത്, S1 Pro എന്ന് പറഞ്ഞിട്ട്. ഇതിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 195 195 കിലോമീറ്റർ വരെ നമുക്ക് നോർമൽ മോഡിൽ ഓടിയാൽ കിട്ടുന്നത്. ഇത് മോഡുകൾ ഏകദേശം 4 മോഡുകളുണ്ട്: ഈക്കോ, നോർമൽ, പിന്നെ സ്പോർട്ട്, പിന്നെ ഹൈപ്പർ, അങ്ങനെയാണ് ഉള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ അതില് ഈ ഹൈപ്പറിൽ പോയി കഴിയുമ്പോൾ വീണ്ടും കുറയും. അതില് ടോപ്പ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഈ 40 കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് 2.6 സെക്കൻഡ്സ് വരെ എടുക്കുന്നുള്ളൂ എന്നാണ് ഹൈപ്പർ മോഡിൽ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡിക്ലറേഷൻ അതിലും ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്താണെങ്കിലും 3 വേരിയന്റ് കൊണ്ട് അവർ വന്നു. പിന്നെ അത് 5 വേരിയന്റ്, 6 വേരിയന്റ്, ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം റേഞ്ചും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. S1 Proയിൽ ഇപ്പം കൊടുത്തേക്കുന്ന ബാറ്ററി പാക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 കിലോവാട്ട് ആണ്. അത് S1 Proയിൽ മാത്രമാണ്. അതിന്റെ താഴെയുള്ള വേരിയൻസിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ 3 കിലോവാട്ടിന്റെ അടുത്തേക്കേ വരുന്നുള്ളൂ. പിന്നെ ടോപ്പ് സ്പീഡ് പറയുന്നത് 120 കിലോമീറ്റർ ആണ് പറയുന്നത്. ഹൈപ്പർ മോഡിലാണ് ഇത്രയും അധികം കിലോമീറ്റർ ഓടാൻ പറ്റുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വരും ആ ഒരു ഹൈപ്പർ മോഡിലേക്ക് ഇതിൽ മാറ്റുമ്പോൾ. ഇതിൽ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതിന് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ടച്ച് കപ്പാസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഓണറിനെ പരിചയപ്പെടാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇനി ഓണറിനോട് തന്നെ ചോദിക്കാം. എന്റെ സ്റ്റൈലിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ റിയൽ ടൈം മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് ഓണറിനോട് ചോദിക്കാം. സോ ഓണർ, നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ്, ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമോ? ഞാന് വയനാട്ടിലാണ്, വെള്ളമുണ്ട എന്റെ സ്ഥലം വരുന്നത്. പിന്നെ ഇവിടെ പനമരം JDC ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പേര് അഷ്കർ അലി. ഓക്കെ അഷ്കർ, അപ്പം ഈ വണ്ടിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് ഇതിപ്പോ എത്ര കാലമായി എടുത്തിട്ട് എന്നൊക്കെയുള്ള? വണ്ടി ഞാൻ 2023 മെയ് മാസത്തിലാണ് വണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബുക്ക് ചെയ്ത് അതിന്റെ ഒരു 15 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത്, കോഴിക്കോട് പോയിട്ടാണ് ബുക്ക് ചെയ്തത്. അവിടുന്ന് ബുക്ക് ചെയ്തു. അങ്ങനെ അവര് ലോണൊക്കെ അവർ തന്നെ റെഡിയാക്കി തന്നു. അങ്ങനെ ലോണിലെടുത്ത് വണ്ടി ഒരു 15 ദിവസം കൊണ്ട് വണ്ടി എത്തി. ഓക്കെ, അപ്പോൾ അതിന്റെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി പക്ക ആയിട്ടാണ് കയ്യിലെത്തിയിട്ടുള്ളത്. പിന്നെ കാര്യങ്ങളൊക്കെ മൊത്തത്തില് അവര് വന്ന ആൾ എന്ത് ചെയ്തു, ആപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഇതിന്റെ കൂടുതൽ സംഭവങ്ങൾ ആപ്പിലാണ്. ഇതിന്റെ മൊബൈൽ ഒരു ആപ്പ് വരുന്നുണ്ട്, ഓലയുടെ ആപ്പിലുണ്ട്. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതില് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പർപ്പസ് വരുന്ന സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ അതിലുണ്ട്. വണ്ടി ആപ്പ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഞാൻ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഇത് Gen 1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സിംഗിൾ ഫോർക്ക് ആയിരുന്നു. ഇപ്പം ഇത് ഡബിൾ വരുന്നുണ്ട്. അതേപോലെ പിന്നെ മാറ്റം വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. ഇത് കുറച്ച് ഇപ്പൊ ഈ ഭാഗം പൊന്തിയിട്ടാണല്ലോ. അപ്പൊ ഇപ്പൊ പുതിയ വരുന്ന വണ്ടിക്ക് ഇതില്ല.
ഓ ഈ ഫ്ലോർ പാനിൽ കുറച്ചൊരു ഇത് പരന്ന് Plan ആയിട്ട് നേരെ ഒരു ബോക്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ശരി ശരി നമ്മുടെ നോർമൽ യൂസിങ്ങിൽ എന്തായാലും നമുക്ക് ഇങ്ങനെ അതെ, കാണാൻ അതെ, നമ്മള് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുമ്പോൾ ഉദ്ദേശിക്കാം. അപ്പൊ ഈ ഒരു പർപ്പസ് ഇത് ഉണ്ടാവില്ല Okay, പുതിയ വരുന്ന വണ്ടിക്ക്. ആ. ഈ വണ്ടിക്ക് ഇത് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല പണ്ടത്തെ ഡ്രോബാക്ക് ആണല്ലോ ഇത് ഈ അതെ. സാധനം. അതെ, നമ്മുടെ പണ്ടുണ്ടായിരുന്ന അതെ. വണ്ടിയുടെ ഒരു മോഡൽ ടൈപ്പ് ആണിത്. അതെ, അതെ. അങ്ങനെ നോക്കുമ്പോൾ വണ്ടി നല്ല മോഡലാണ്. പിന്നെ കളർ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഓക്കെ ശരി ശരി. അങ്ങനെയാണ് ഈ സംഭവം. അപ്പൊ ഇതിന്റെ ഈ ഒരു ടെലിസ്കോപ്പിക്ക് ഈ ഒരു നമ്മുടെ സിംഗിൾ ബ്രേക്ക് ഇതുണ്ടല്ലോ, സിംഗിൾ ഷോക്ക്, ഇതിന് കുറെ കംപ്ലൈന്റ്സ് പറയുന്നു. ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടലും അങ്ങനെയൊക്കെ. ഞാൻ ഈ വണ്ടി ആദ്യം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ ഇപ്പൊ ഇതിന്റെ ആയിരുന്നു ഇത് വീണ് പൊട്ടിപ്പോവാ എന്ന് വെച്ചാൽ കട്ടറിൽ ഇറങ്ങിയിട്ട് പൊട്ടിപ്പോവാന്നുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ആ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവര് പറഞ്ഞു ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാം, ഇതിന്റെ പുതിയൊരു സംഭവം വരുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യാം അത് ആക്കിയിട്ട് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വണ്ടി പുതിയ വരുന്ന വണ്ടി അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയി പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോന്നു. അപ്പൊ ബുക്ക് ചെയ്തില്ല. രണ്ടാമത് പിന്നെ പോയിട്ടാണ് എന്ത് ചെയ്തത് ബുക്ക് ചെയ്തത്. അപ്പൊ ബുക്ക് ചെയ്ത് പിന്നെ 15 ദിവസം കൊണ്ട് കിട്ടിയത്. അപ്പൊ ഇത് വേറൊരു മോഡലാണ്. ആദ്യം ഉണ്ടായിരുന്ന ആ സാധനം ആയിരുന്നില്ല. രണ്ടാമത് കുറച്ചുകൂടെ ഉറപ്പുണ്ട് എന്നാണ് അവര് പറഞ്ഞത്. പിന്നെ എനിക്ക് അത്യാവശ്യം ഈ വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. കട്ടറൊന്നും നമ്മളങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. ഷോക്കൊക്കെ അത്രയും നല്ലതാണ്. നല്ല പക്ക ഷോക്കും കാര്യങ്ങളൊക്കെ പക്കാണ്. അപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെ വൃത്തിക്ക് കിടക്കും. അതാണ് മെയിൻ സംഭവം. ഓക്കെ അഷ്കർ, അപ്പൊ ഈ ഇന്റർഫേസിനെ പറ്റി, അതായത് നിങ്ങളുടെ ഈ ഒരു ടച്ച് പാനൽ ഉണ്ടല്ലോ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇത് സ്ക്രീന് വരുന്നത് നമ്പർ പാസ്വേഡ് ആണ്. നമ്മുടെ മൊബൈലിനൊക്കെ യൂസ് ചെയ്യണ പോലെ പാസ്വേഡ് ആണ്. ഒരു പാസ്വേഡ് സെറ്റപ്പ് ആണ്. ഒരു ആൻഡ്രോയിഡിന് നമ്മൾ ഉപയോഗിക്കണ അല്ലെങ്കിൽ ഐഫോൺ നമ്മൾ ഉപയോഗിക്കില്ലേ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിന്. ചാർജറിങ് ഇപ്പൊ ചാർജ് ചെയ്യേണ്ട സംഭവങ്ങൾ ഇതിൽ കാണിക്കും. ഇപ്പം ഞാൻ ഓടി വന്നിട്ടുള്ള 65% ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ കാണിക്കും. പിന്നെ ഈ സ്റ്റാൻഡിലായതുകൊണ്ട് പാർക്കിംഗ് മോഡ് ഇപ്പൊ മോഡ് ഉണ്ടാകുക. പിന്നെ ഇത് സ്റ്റാൻഡ് തട്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വേണം. പിന്നെ ഞാനിപ്പം എടുത്തിട്ടിപ്പം മെയിൽ ആയതുകൊണ്ട് കഴിഞ്ഞ മെയിൽ ആയതുകൊണ്ട് 29,000 കിലോമീറ്ററിന് മുകളിൽ ഓടി. ഏകദേശം 30,000 എത്താറായിട്ട്. അതെ. അപ്പം വണ്ടി നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ പൊതുവെ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഓട്ടം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വൈഫൈ ബ്ലൂടൂത്ത് അതെ, 2 സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇതില് പാട്ട് കേട്ട് പോവാം. അത്യാവശ്യം ഒരു കോള് വന്നിട്ടുണ്ട്, കോൾ എടുക്കാം. കോൾ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് നാട്ടുകാർ മൊത്തം കേൾക്കും. നല്ല സൗണ്ട് ഉണ്ടല്ലേ? നല്ല സൗണ്ടാണ്, പക്ക സൗണ്ടാണ്. സൗണ്ടൊക്കെ പക്കാണ്. പക്ഷെ ഇത് കോൾ എടുത്തു കഴിഞ്ഞാല് പ്രൈവറ്റ് കോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തത് എന്തെങ്കിലും ഒരു നോർമൽ കമ്പനിയുടെ കോളൊക്കെ വരുമ്പോൾ ജസ്റ്റ് എടുത്ത് നമുക്ക് അറ്റൻഡ് ചെയ്ത് കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഇതിൽ പറ്റും. എമർജൻസി പർപ്പസ് ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനത്തെ ഇനിയിപ്പോ ഇതിലൊരു ക്യാമറയും കൂടെ വന്നാൽ മതിയായിരുന്നു. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ആണ്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ടുണ്ട്. അതെ, ഇതിപ്പോ ഫോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഫോണില് ഓല ആപ്പിൽ ഒരു ആപ്പ് വരുന്നുണ്ട്. ആപ്പ് വന്നിട്ട് ആപ്പിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ശരിയോ, ഇതൊക്കെ ട്രാക്കും കാര്യങ്ങളെല്ലാം ഇതിലുണ്ടല്ലേ? ഇതിപ്പം ടുഡേസ് റൈഡ് സ്റ്റാറ്റസ്. ഇന്നത്തേത് ഇങ്ങനെ കിട്ടും. അപ്പൊ ടോട്ടൽ വെഹിക്കിളിന്റെ എല്ലാം കൂടി കിട്ടും. ഓക്കെ നൈസ്. അതടുത്ത് കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. പിന്നെ ഇതിന് 4 സ്ക്രീൻ ഉണ്ടാവും. ഇത് ഓരോ തീം അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. തീം അനുസരിച്ച് മാറ്റാം. പിന്നെ ഒരു സൗണ്ട് ഉണ്ട്. ഇതൊരു അപ്ഡേഷനിൽ വന്ന ഒരു വാൾപേപ്പർ ആണ്. ഇതിപ്പോ സർവീസിന് കൊണ്ടുപോകുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്ത് തരും? അല്ലല്ല, നമുക്ക് നോർമൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അപ്ഡേഷൻ വരുന്നത്, അതേപോലെ തന്നെ ഫോണിൽ എങ്ങനെയാണ് അപ്ഡേഷൻ വരുന്നത് അതുപോലെ. ഇത് പഴയ വണ്ടിയുടെ ഒരു സൗണ്ട്, പഴയ നമ്മുടെ ബജാജിന്റെ വണ്ടി ചേതക്കില്ലേ ആ ഒരു സെറ്റപ്പ്. അപ്പൊ അങ്ങനെ ഒരു 4 ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ അഷ്കർ, ഇപ്പൊ ഇനിയിപ്പോ ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓല എടുത്തിട്ട് ഇപ്പൊ പഴയ ഒരു വണ്ടി ഉണ്ടാവുമല്ലോ, നേരത്തെ യൂസ് ചെയ്തുള്ള ഒരു മുമ്പ് ആക്റ്റീവയുടെ ഒരു 5G വണ്ടി ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ്. അങ്ങനത്തെ സംഭവങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ചുരമൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല്, നമ്മുടെ വയനാട്ടുകാർക്ക് പൊതുവെയുള്ള സംഭവമാണ്, ചുരം ഇറങ്ങി കഴിഞ്ഞാല് പിന്നെ ഒന്ന് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ
ഉണ്ടാവും. കാരണം അത് ഓയിൽ ചേഞ്ച് ആക്കേണ്ടി വരും. ഓക്കെ. ഒരു നോർമൽ വണ്ടിക്ക് ഒരു 2000-2500 കിലോമീറ്റർ ആണ് ഓയിൽ ചേഞ്ച് ആക്കേണ്ടതെന്നൊക്കെ പറയാം. കാരണം അത് നല്ല കറുത്തിട്ട് കളർ മാറും. ഇതിന് ഓയിൽ ചേഞ്ച് ഇല്ല, സ്വസ്ഥമായി. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. എഞ്ചിൻ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇനി ബാറ്ററി മാത്രല്ലേ, ബാറ്ററി സംഭവം മാത്രമായതുകൊണ്ട് അതില്ല. പിന്നെ വരുന്നത് ടയറും ബ്രേക്ക് പാഡുമാണ്. അത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ബാക്കിലെ ടയർ മാറ്റിയിട്ടുള്ളത് 17,000 കിലോമീറ്ററിലാണ്. 17 വരെ ഓടി. 17 വരെ നല്ല വൃത്തിക്ക് ഓടി. ഈ 17 വരെ ഓടിയതിൽ ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് പോയിരിക്കുന്ന കണ്ണൂരാണ്. അത് 102 കിലോമീറ്റർ. 102 കിലോമീറ്റർ ആണ് ഞാൻ ഓടിയിരിക്കുന്നത്. കാരണം എക്കോ മോഡൽ എനിക്ക് 160 വരെ കിട്ടാറുണ്ട്. അത് 102 കിലോമീറ്റർ അങ്ങനെ ഓടി തിരിച്ചു വന്നു. ശരി, ഈ എക്കോ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ആ ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ല ഇത് തന്നെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവോ? ഇതില് ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടണില് നോർമൽ മോഡ്, എക്കോ മോഡ്, അതുപോലെ സ്പീഡ് മോഡ്, അങ്ങനെ മോഡുകളുണ്ട്. അപ്പൊ അതില് ഏറ്റവും ലോ ആയിട്ടുള്ള മോഡൽ അത് 42-43 ആ കിലോമീറ്റർ കൂടുതൽ അത്രേ പോകാൻ പറ്റുള്ളൂ. പ്രീസെറ്റഡ് ആയിരിക്കും. അത് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആക്സിലേറ്റർ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ മോഡലിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ എത്ര കൊടുത്താലും 43 വരെ പോകുള്ളൂ. അത്രേ പോകും, ലിമിറ്റ് ആയിട്ടുണ്ടാവും. അതെ. ഈ ചുരം കയറി പോകുമ്പോൾ മാത്രം ഞാൻ എന്ത് ചെയ്യും, നോർമൽ മോഡലിടും. അതാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കിട്ടാൻ വേണ്ടി. അല്ലാണ്ട് വേറെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം കയറ്റൊക്കെ ഈ 43 തന്നെ കയറ്റം കയറാറുണ്ട്. നല്ല ഹൈ കയറ്റൊക്കെ വരുമ്പോൾ മാത്രമേ മോഡ് മാറ്റാവൂ. എന്നാലും നല്ല വൃത്തിക്ക് അവിടെ പോയി പിന്നെ അവിടുന്ന് കുത്തിയിട്ട് തിരിച്ചു വരുമ്പോ ഇങ്ങനെ കുത്തിയിട്ട് 6 മണിക്കൂർ വേണം ഫുൾ ചാർജ് ആവാൻ വേണ്ടി. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എമർജൻസി ആയിട്ട് അതേ സ്ഥലത്ത് തിരിച്ചു വരണമെങ്കിൽ 6 മണിക്കൂർ കഴിയണം. അതൊരു നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഹൈപ്പർ ചാർജ് 1 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ അതിൽ ചാർജ് ചെയ്തിട്ടില്ല. 1 മണിക്കൂറാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും. എന്നാലും 1 മണിക്കൂർ കാത്തിരിക്കണം. അതെ, 1 മണിക്കൂർ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ്, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇതില് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടയർ നമുക്ക് നോർമൽ നമ്മൾ ഓടുന്നത് കൊണ്ടുള്ള ടയർ, പിന്നെ ബ്രേക്ക് പാഡാണ്. ബ്രേക്ക് പാഡ് നോർമൽ ടൈമിന് ഒരു വിഷയമില്ല. പക്ഷെ മഴ പെയ്ത സമയത്ത്, ഇപ്പോ നല്ല മഴ പെയ്ത സമയത്തൊക്കെ ഞാന് ബ്രേക്ക് പാഡ് മാസത്തിൽ 1 മാറ്റിയിട്ടുണ്ട്. അത് ഫ്രണ്ടിലത്. ഇത് കോംബോ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കോംബി അങ്ങനെ പറയാം. അപ്പൊ ഇത് ബാക്കിലെ ഇത് പിടിക്കുമ്പോ പിന്നെ ഇതിന് റീജനറേറ്റീവ് സിസ്റ്റം കൂടെ ഉണ്ട്. ബാക്കോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യും. അപ്പൊ ഈ ഇങ്ങനെ വന്നത് കൊണ്ടാവാം ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തയ്യും. ബാക്കിൽ അത്ര പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ടയർ 17 കിലോമീറ്ററിലാണ് ടയർ മാറ്റിയത്. അതിന്റെ ഒപ്പം തന്നെയാണ് ബ്രേക്ക് പാഡും ബാക്കിൽ മാറ്റിയത്. പക്ഷെ ഫ്രണ്ടിൽ അത് അങ്ങനെയല്ല. ഫ്രണ്ടിൽ ഒരു 5000-ല് ബ്രേക്ക് പാഡ് മാറ്റി. പിന്നെ അത് 8000-ല്, കാരണം 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി. പിന്നെ ആകെ 600-400 ആ റേഞ്ചിലൊക്കെ പിന്നെ കിട്ടിയില്ല. അപ്പൊ 2-3 വട്ടം പെട്ടെന്ന് മാറ്റി. മഴ കഴിഞ്ഞപ്പോ പിന്നെ നോർമലായി. ഇപ്പൊ മഴ കഴിഞ്ഞിട്ട് 5000 കിലോമീറ്റർ എങ്ങാനും ഓടി. അപ്പൊ അത് നോർമലായിട്ട് സംഭവിക്കും. മഴയത്ത് അതൊരു വിഷയമാണ്. വേറെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ആയിട്ട് വന്നിരുന്നോ? വേറെ ഒന്നും അങ്ങനെ മാറ്റേണ്ടത് എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ ഇത് ഇപ്പൊ എന്റെ ഓട്ടോമാറ്റിക് ഞാൻ തന്നെ നിർത്തിയിട്ടായിരുന്നു വീണാണ്. അങ്ങനെ വീണ് പൊട്ടിപ്പോയതാണ്. അല്ലാണ്ട് അത് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല. ഇതൊക്കെ മാറ്റാൻ പറ്റുമായിരുന്നു? അവിടുന്ന് തന്നെ മാറ്റാൻ പറ്റും. അത് നോർമൽ ഷോപ്പുകളിൽ നിന്ന് മാറ്റുന്നതാണെങ്കിൽ അത്ര റേഞ്ച് ഉള്ളൂ. അവരുടെ അടുത്ത് മാറ്റുമ്പോൾ ചെറിയൊരു റേഞ്ച് ഉണ്ടാവും. പക്ഷെ ക്വാളിറ്റിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ? ശരി. ഈ വണ്ടിയുടെ സർവീസിനെ പറ്റിയിട്ട് എങ്ങനെയാണ്, അതൊന്ന് പറഞ്ഞുതരാമോ? അതുപോലെ കൽപ്പറ്റ ഞാൻ വണ്ടി എടുത്ത് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് കൽപ്പറ്റ സർവീസ് സ്റ്റേഷൻ വന്നത്. അപ്പോ അവിടെ നമ്മുടെ ആപ്പില് ആദ്യം ഇതിന് ടിക്കറ്റ് എടുത്തേക്കണം. നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട്, പിന്നെ നമ്മുടെ ഫോണൊക്കെ എടുക്കും പോലെ അതുപോലെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ആക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമ്മളെ വിളിക്കും. ഇന്ന ടൈമിന് സംഭവം വന്നിട്ടുണ്ട്, എന്താണ് കംപ്ലൈന്റ്, അത് വന്നിട്ട് പറയും. ഇനി അതല്ല വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല്, പിന്നെ കുറച്ച് മുമ്പ് മഴയത്ത് എന്റെ ബാറ്ററിക്ക് ഒരു ചെറിയ കംപ്ലൈന്റ് വന്ന് സ്ക്രീൻ ഓൺ ആണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഓരോ നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോ പിന്നെ മലയാളികൾ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ പ്രളയത്തിന്റെ ആ ടൈമിനാണ്. അപ്പോഴും വണ്ടി വന്ന് വലിയ വണ്ടിയാണ്. ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് വലിയൊരു ലോറി വന്ന് അങ്ങനെ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോയി. എന്നിട്ട് ഒരാഴ്ച കൊണ്ട് സംഭവം തിരിച്ചിട്ടി.
വണ്ടി ഓക്കെ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു കൊണ്ടാക്കി തരണോ, വീട്ടിൽ വണ്ടി എത്തിക്കണോ, ഇനി അല്ലെങ്കിൽ അവിടെ വന്ന് എടുക്കണം. അപ്പൊ ഞാൻ അവിടെ പോയി എടുത്താണ്, വർക്ക് ചെയ്യുന്ന സ്ഥലം അടുത്തായതുകൊണ്ട് ഓക്കെ അങ്ങനെ അവിടെ പോയി എടുത്തു. അപ്പോ ആ ബാറ്ററി മാറ്റിയതിന് ശേഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതുവരെ 160 എക്കോല് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ 120 കിട്ടുള്ളൂ. ഓ അത്രയും കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അത്രയും കുറഞ്ഞു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞത് 3000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാല് പഴയ മോഡലിലേക്ക് എത്തും. കാരണം ഈ ഇതിന്റെ മോട്ടറും ബാറ്ററിയും കൂടി ഒരു സിങ്കിങ് ഉണ്ടാവുമായിരിക്കും. അത് വന്നു കഴിഞ്ഞാല് ബാക്കി കാര്യങ്ങൾ റെഡി ആവുന്നതാണ്. അല്ല ഈ ബാറ്ററി എന്ന് പറയുന്നത് ഇതിന്റെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ബാറ്ററി ആണോ? അതെ, ഇതിന്റെ ഇത് തന്നെ വരുന്നതാണ്. ആ ഒരു ബാറ്ററി തന്നെ, അല്ലാണ്ട് വേറെ ബാറ്ററി ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചേഞ്ച് ആക്കിയത് ഒന്നുമില്ല. അവരെന്നെ കൊണ്ടു തന്നു. കാരണം അതിന് വാറണ്ടി വരുന്നുണ്ട്, 3 വർഷം എങ്ങാനാന്ന് തോന്നുന്നു 3 വർഷം വാറണ്ടി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കണം വണ്ടി അവർ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു തന്നു. പിന്നെ എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെലവായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയം വരും, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പൊ ആ സമയത്ത് ഇത് മൊത്തത്തിൽ ഊരണം, അപ്പൊ എന്നിട്ട് കൊണ്ടുവരണം. അപ്പൊ അത് അവിടെ ഷോറൂമിൽ ഇല്ലെങ്കിൽ അവരെത്തിക്കണം. അപ്പൊ കുറച്ച് ചടങ്ങായിരിക്കും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ നല്ലൊരു വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ ഇത് പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ആൾക്കാർ പഠിച്ചിറങ്ങണ്ടേ. അപ്പൊ നമ്മളും കൂടെ ആ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. വണ്ടി വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ വയറിങ് കാര്യങ്ങളൊക്കെ പഠിച്ച് അത് വരണം. പിന്നെ വണ്ടിയുടെ മെക്കാനിക് ഒക്കെ നോർമൽ വണ്ടിയുടെ പോലെ തന്നെ. അപ്പൊ എക്സ്ട്രാ വരുന്നത് വയറിംഗ് ആണ്. അത് പഠിച്ചു വരേണ്ടത് നമ്മുടെ അതിന്റെ അതെ. അപ്പൊ അതിനുള്ള ഒരു ടൈം എന്തായാലും എടുക്കും. അതുകൊണ്ടായിരിക്കണം വണ്ടി കൊടുത്തു കഴിഞ്ഞാല് മിക്കവാറും പലരും പറയുന്നേക്കാം ഒരാഴ്ചയൊക്കെ ആയി വണ്ടി കൊടുത്തിട്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാന്, ഞാൻ പിന്നെ രാവിലെ പോകും, ക്ലിനിക്കിലേക്ക് പോകുന്ന ടൈമിന് വണ്ടി അവിടെ കൊടുക്കും, എന്നിട്ട് വൈകുന്നേരത്തെ കിട്ടിയാൽ അപ്പം ആ വൈകുന്നേരം എടുക്കാൻ സമയത്ത് എന്ത് ചെയ്യും, അതിനൊരു ടിക്കറ്റാണ്, അത് രജിസ്റ്റർ വെച്ചിട്ട് വണ്ടി എടുത്ത് പോരുത്താണ്. അങ്ങനെയാണ് ചെയ്യല്. അപ്പൊ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും അത് റെഡിയാക്കാൻ വേണ്ടി പോണം. അപ്പൊ ഇതിന് അടുത്ത് അറിയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കംഫർട്ടാണ്, ഈ വണ്ടി ഓടിക്കുന്ന റൈഡിങ് കംഫർട്ടും കാര്യങ്ങളും. ഇപ്പം അഷ്കറിനാണെങ്കിലും ഇപ്പൊ പുറകിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നോ എങ്ങനെയുണ്ട് എന്നുള്ളത്? അത് ഇപ്പൊ നമ്മളെ സാധാരണക്കാരനായ നമ്മൾ ഈ നാട്ടിലത്തെ ആൾക്കാര് പൊതുവെ വണ്ടി എടുക്കുമ്പോ വീട്ടുകാരെന്തായാലും വണ്ടി കയറും. എന്റെ ഉമ്മ കയറിയിട്ടുണ്ട്. ഉമ്മ കയറുമ്പോ ഇതിന് ഫുഡ് റെസ്റ്റ് അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, അത് നമ്മൾ ചെയ്യണം. കാരണം ഇത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ എക്സ്ട്രാ ചെയ്യണം. പിന്നെ ഇതിന് സാധാരണ വണ്ടികൾക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഈ ബാക്കില് ഹാൻഡിൽ വരിക. പുതിയ വന്ന വണ്ടിക്ക് ബാക്കിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ അത് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ പുറകില് ലേഡീസ് കയറി കഴിഞ്ഞാൽ അവർ മിക്കവാറും ചെരിഞ്ഞായിട്ടിരിക്കുക. അപ്പൊ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം എക്സ്ട്രാ നമ്മൾ ചെയ്യണം. ഓൺലൈനിലൊക്കെ കിട്ടും, അപ്പൊ ഇതിന്റെ തന്നെ സൈറ്റിൽ കിട്ടും. സീറ്റ് നല്ല വലിപ്പമുണ്ട്, ഉയരമുണ്ട്, അത് ഇരുത്തം കംഫർട്ടാണ്. പക്ഷെ ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടതല്ലേ ശരിക്കും സംഭവങ്ങളൊക്കെ? ഇതൊക്കെ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വണ്ടി പക്ക. ശരി. ഓക്കെ. അപ്പൊ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഇപ്പൊ ഇലക്ട്രിക് വണ്ടിന്റെ പെർഫോമൻസിനെ പറ്റി ചോദിക്കണമെന്നില്ല ശരിക്കും, എന്നാലും ഐസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് പറയാമോ? ഈ ഒരു പെർഫോമൻസ് വൈസ് ഇപ്പൊ ഈ ഒരു മോഡുകൾ, എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഞാൻ ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് എന്റെ അടുത്ത് അവിടുത്തെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കൂടുതൽ യൂസ് ചെയ്യണത് ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലാണ് ഈ വണ്ടികൾ. കാരണം അധികം കയറ്റമില്ലാത്ത അങ്ങനത്തെ സിറ്റികളിലാണ് ഈ വണ്ടി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ മലയോര മേഖലയിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒന്ന് ചാർജിങ് സിസ്റ്റം എല്ലായിടത്തിലും ഇല്ല. ബാംഗ്ലൂർ എല്ലായിടത്തിലും ഏകദേശ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ഇവിടെ ആ സിസ്റ്റം ഇല്ല. പിന്നെ ഇതിന്റെ എക്കോ മോഡ്, നോർമൽ മോഡ്, ഇതിലൊക്കെ അത്യാവശ്യം നല്ല യൂസിങ് നോർമലായിട്ട് നമ്മൾ നടക്കുന്ന നോർമൽ മോഡിലാണ് അത്യാവശ്യം നടക്കുക. പിന്നെ ഈ എക്കോ മോഡ്, സ്പീഡ് മോഡ്, അതുപോലെ ഹൈപ്പർ മോഡ് അത് നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുള്ളൂ. പിന്നെ മലകളിലേക്ക് നേരെ കുത്തനെ കയറി പോകുമ്പോൾ കുറച്ച് ഹൈറ്റ് വരുമ്പോൾ അവിടെ കയറി പോകാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യാം. പിന്നെ കുറെ നേരം അങ്ങനെ പോകാൻ പറ്റില്ല, വണ്ടി ചൂടാവും. ഹൈപ്പറിലിട്ടാലും സ്പീഡിലിട്ട് കഴിഞ്ഞാൽ കുറെ കയറ്റം കയറി കഴിഞ്ഞാൽ വണ്ടി ചൂടാവും. വണ്ടി ചൂടായി വണ്ടി ഓട്ടോമാറ്റിക് അതിന് മെസ്സേജ് വരും, അതിന്റെ വണ്ടി അവിടെ ഓഫ് ആവും. ഓട്ടോമാറ്റിക് ഓഫ് ആവും, വണ്ടി ഓഫ് ആവും. അതിപ്പോ കയറ്റത്തിലാണേലും അവിടെ തന്നെ നടക്കും. ഇല്ല, അത് അങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെസ്സേജ് വരും. അപ്പൊ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഇത് നോർമൽ മോഡിലേക്ക് മാറും. പിന്നെ
ഹൈപ്പർ മോഡിലേക്ക് മാറും. അതിന്റെ വണ്ടി ഓഫ് ആണെന്ന് മെസ്സേജ് ആണ്. അപ്പം നമ്മുടെ നിർത്തുകയാണെങ്കിൽ നിർത്തിയിട്ട് ഒന്ന് ഓഫാക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ റെഡി ആയിക്കോളൂ. എന്ന് വെച്ചാൽ നിർത്തി അത് ആ കുറച്ച് സെക്കൻഡുകൾ മാത്രം അത് അപ്പോഴേക്ക് തണുത്തോളും. ഇതേ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് വണ്ടി ഓഫ് ആവും. ഇപ്പൊ ഇതില് ഹിൽ ഹോൾഡ് ഒക്കെ ഉള്ളതല്ലേ? അതെ. കയറി പോയി കഴിയുമ്പോഴും ആ ഒരു ഇതിനൊക്കെ എഫക്ട് വന്നിരുന്നോ ശരിക്കും? അതൊക്കെ അത്യാവശ്യം. പക്ഷെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നിൽക്കുള്ളൂ. ഒരു 30 സെക്കൻഡ് എങ്ങാനാണ് കാര്യമുള്ളൂ. അല്ലാണ്ട് അതൊക്കെ നോർമൽ ഒരു വണ്ടിക്ക് വരുന്ന പോലെ ബ്രേക്കിൽ ചെയ്താലും മതിയല്ലോ അവർക്ക്. അതൊക്കെ ഒരു ഭയങ്കര മിസ്റ്റേക്കാണ്. മിസ്റ്റേക്കിന്റെ കൂട്ടത്തിലുള്ള ഒരു മിസ്റ്റേക്ക് അതാണ്. കാരണം നല്ല കയറ്റത്തിൽ വന്ന് വണ്ടി ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ബ്രേക്ക് തന്നെ പിടിച്ചു നിൽക്കണം. അത് വന്ന് ബ്രേക്കിൽ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അത് പിന്നെ സ്ക്രീനിൽ തന്നെ വരണം, ഒരു കാര്യമില്ല. അതൊരു ഭയങ്കര മിസ്റ്റേക്കാണ്. അതേപോലെ ക്രൂയിസ് കൺട്രോൾ അത് ഇതിലുള്ള ആപ്ലിക്കബിൾ അല്ലേ? അതുണ്ട്. അത് പിന്നെ ഇത് രണ്ടെണ്ണം ഒരു ഉപകാരം എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉള്ളത്. ഒന്ന്, അത്യാവശ്യം നമ്മളൊരു പുറകിലേക്ക് കയറി നിൽക്കുകയാണ്, അപ്പൊ വണ്ടി വേഗം എടുക്കണം. അപ്പൊ അതിന് റിവേഴ്സ് മോഡ് ഉണ്ട്. അത് നല്ല സെറ്റപ്പിൽ നടക്കും. പിന്നെ അവര് നല്ല കയറ്റം കയറിയിട്ട് പിന്നെ ഒരു ഇറക്കണ്ട്. അത് ജസ്റ്റ് നമ്മള് നോർമൽ ഫ്രണ്ടിലേക്ക് ഇല്ല ബാക്കിലേക്കാണ് നമ്മൾ ഇത് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാല് ചാർജ് ഇങ്ങോട്ട് കയറും. റീജൻ അടിക്കും അല്ലേ? അതെ. കോഴിക്കോടേക്ക് പോകുമ്പോ കുറ്റിയാടി ചുരത്തില് അല്ല, നമ്മുടെ താമരശ്ശേരി ചുരത്തില് ഞാൻ കുറെ പോയിട്ടുണ്ട്. അതിലെ താമരശ്ശേരി ചുരത്തിലൂടെ പോകുമ്പോ, അപ്പം ഇവിടുന്ന് പോകുമ്പോ ഒരു 60% ചാർജ് ഉണ്ട് എങ്കിൽ താഴെ എത്തുമ്പോഴത്തേക്ക് 65% ചാർജ് ഉണ്ടാവും. ഓടിയതിനും ചാർജ് ഇല്ല, നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാലും എന്തില്ല, 5% ബാലൻസ് അധികവും കിട്ടും. അങ്ങനെ ഒരു കാര്യം ഇതിനുണ്ട്. നല്ല ഗുണമാണ്. എല്ലാ വണ്ടികൾക്കും അത് കയറ്റം കയറുമ്പോ ഈ 5 അധികം കുറയും. അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ഇലക്ട്രിക് വണ്ടികൾക്ക് എല്ലാവർക്കും റീജൻ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ ഓപ്ഷനുകൾ ഉണ്ട്, പക്ഷെ മണ്ടത്തരങ്ങളായ കുറെ സംഭവങ്ങൾ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും. അപ്ഡേഷൻ വരുമായിരിക്കും. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സംഭവമാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് അപ്ഡേഷൻ വന്നു. ഇതിന് Gen 2 വന്നതുപോലെ ഇതിന്റെ ഇത് കുറച്ച് ഫുട്രസ്റ്റ് ഒക്കെ നേരെ ആയതുപോലെ അപ്ഡേഷൻ വരുമായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഫുട്രസ്റ്റിന്റെ സംഭവങ്ങളൊക്കെ. അതെ. ഒരു ചെറിയ അതാണ് സാധാരണക്കാർക്ക് ഓടിക്കുമ്പോ വണ്ടിക്ക് എന്തായാലും ലേഡീസ് ഫുട്രസ്റ്റ് വേണം. അതെ വേണം. പിന്നെ ഇത് സിംഗിൾ ആണ്. ഈ സിംഗിൾ കൊണ്ട് നല്ല ബുദ്ധിമുട്ട് വരും സംഭവം. ഓക്കെ. ഇനിയിപ്പോ ഇതില് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു? ഇപ്പൊ അപ്ഡേഷനിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ അണ്ടർ സ്റ്റോറേജ് സ്പേസസിൽ കുറവാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇതിന്റെ സർവീസ് എന്ന് പറയുന്നത് അപ്ഡേഷൻ ആണ്. നമ്മുടെ ഫോണിൽ നമുക്ക് ഫോൺ കുറച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ വരുന്നത് പോലെ അപ്ഡേഷൻ ആണ്. പിന്നെ ആപ്പിൽ എല്ലാം കണക്ട് ആയതുകൊണ്ട് ഞാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ഓൺ ആയിക്കോളും. അതാണ് സംഭവം. പിന്നെ പാസ്വേഡ് അടിക്കുക, എന്നിട്ട് എടുക്കുക. ഈ മഴയത്ത് നിർത്തിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതൊക്കെ വന്ന് ജസ്റ്റ് വെള്ളം അങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു റെഡിയാവും. പിന്നെ ഇതില് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ട്രങ്ക് ഓപ്പൺ ഒക്കെ ഇവിടെ തന്നെ ചെയ്യാം. അതവിടെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഹെൽമെറ്റ് വെക്കാം. 2 ഹെൽമെറ്റ് വെക്കാനുള്ള അത്യാവശ്യം ഏരിയ ഉണ്ടല്ലോ. അതെ. ഇതിന്റെ ചാർജർ വരുന്നത്. ഇതൊക്കെ എടുത്തോണ്ട് ഇതിന്റെ ചാർജർ അത് പുറത്ത് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാർജർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പറ്റും. അപ്പൊ ഇതാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഇതിന്റെ സെൻസറാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻ ഓഫ് ആവൂല. ഇത് ജസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യണം, അതാ കറക്റ്റ് ആ ഒരു ഏരിയ തന്നെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓഫ് ആവും. അതുപോലെ സെൻസർ സിസ്റ്റം ആണ് ഈ സ്റ്റാൻഡിന്റെ, അതുപോലെ തന്നെയാണ്. അപ്ഡേഷൻ വന്നപ്പോ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി. അപ്ഡേഷനിൽ ഇപ്പൊ ലാസ്റ്റ് വന്ന അപ്ഡേഷന് ഇതിപ്പോ സ്റ്റാൻഡ് ഇട്ടുണ്ടല്ലോ, ഇതിപ്പോ ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടി വേണം. ഇതിപ്പോ ഓൺ ആയിട്ടുണ്ടോ? സാധാരണ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ആവത്തില്ല. സാധാരണ ഇപ്പം ഈ അവസാനം വന്നതിൽ മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പം ഇപ്പൊ ഇത് സ്റ്റാൻഡ് ഓൺ ആക്കി. ഇതിപ്പോ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വണ്ടി ഓൺ ആക്കി, വണ്ടി പോയിക്കൊണ്ടിരിക്കാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോ സ്റ്റാൻഡ് അങ്ങ് തട്ടി. വണ്ടി ഓഫ് ആവൂല. ഇപ്പൊ ഒന്ന് ഓടിച്ചു നോക്കി, സ്റ്റാൻഡ് ഇട്ടിട്ട്. ഇപ്പൊ വണ്ടി ഓണായി, ഞാൻ പോവാണ്, ഓട്ടോമാറ്റിക് പോവാണ്. സാധാരണ മുമ്പൊക്കെ സ്റ്റാൻഡ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും, വണ്ടി അങ്ങോട്ട് ഓഫ് ആവും. ഇതാണ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് വന്ന അപ്ഡേഷന്റെ പ്രശ്നമാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. അതെ, വണ്ടി ഓഫ് ആയിട്ടില്ല. സ്റ്റാൻഡിലുണ്ട്, വണ്ടി ഓഫ് ആയിട്ടില്ല. അപ്പൊ അത് ലാസ്റ്റ് വന്ന അപ്ഡേഷനിൽ
ഇതില് ഉള്ളൊരു സെൻസറിന് mistake എന്തോ വിഷയം വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം. അത് ഞാൻ പലരുടെ അടുത്ത് ചോദിച്ചപ്പോ അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് വണ്ടി ഇങ്ങനെ ഇത് നമ്മൾ അറിയില്ലല്ലോ വണ്ടി ഓഫായോ ഇല്ലയോ, സൗണ്ട് അറിയില്ല. അപ്പൊ നമ്മള് സാധാരണ പോലെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ വണ്ടി വന്ന് ഓഫാക്കിട്ട് നമ്മളെ ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് മിക്കവാറും നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ അടുത്തേക്ക് വരിക. ഇപ്പൊ വണ്ടി ഓഫ് ആയിട്ടുണ്ടാവില്ല. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വണ്ടി അവിടെ വെക്കും, ഇത് ഓണായിട്ട് അങ്ങനെ തന്നെ. അത് നമ്മൾ അറിയുന്ന ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ആക്കാൻ പറ്റും. സപ്പോസ് ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ല വിചാരിക്കുക, ആർക്കും എടുത്തോണ്ട് പോയിക്കൂടെ? വണ്ടി എടുത്ത് പോവാ, ചാർജ് ചെയ്യുന്നവരെ അവർക്ക് ഓടിക്കാം. പാസ്വേഡ് അറിയുന്ന ആളാണെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ, വണ്ടി ഓരോ കയ്യില്, പിന്നെ ഫോണിൽ നോക്കിയാൽ മതിയാകും. ഫോണിൽ പിന്നെ വരും നമ്മുടെ വണ്ടി എവിടെ ഉള്ളതെന്ന്, അതിന്റെ മാപ്പിലുള്ളത് കൊണ്ട് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ, സംഭവം പോകും. ശരി, അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ് ശരിക്കും. ഈ എത്ര നല്ലത് ചെയ്താലും ചില മണ്ടത്തരങ്ങളില്ലേ, അതാണ്. അപ്പം നമ്മളെ മനുഷ്യന്മാർക്കും സംഭവിക്കും. അതേപോലെ ഇത് ഉണ്ടാക്കിയ അതിന്റെ സിസ്റ്റത്തിലുള്ളതാണ് വെറും മണ്ടത്തരം. ഇതും കൂടെ റെഡിയാകുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇറങ്ങിയ വണ്ടികളില്, ഇലക്ട്രിക് വണ്ടികളില് നല്ല സെറ്റ് വണ്ടി ആയിരിക്കും ഇതെന്ന് എനിക്ക് പറയാം. സത്യം. കാരണം ഇതിന് മുമ്പ് വേറെ വണ്ടികൾ കുറെ ഉണ്ട്, കേട്ട് പരിചയമുള്ള കുറെ വണ്ടികളുണ്ട്, ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയൊക്കെ. പക്ഷെ അതിലൊക്കെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒന്ന് കാണാനുള്ള ഗെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതിന് പറ്റും, അല്ലാതെയും സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് മണ്ടത്തരങ്ങൾ, അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ, അതും കൂടെ റെഡി ആയി കഴിഞ്ഞാല് വണ്ടി പക്ക. ഇതിന്റെ ബോഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ഉണ്ടല്ലേ? ബോഡി അത്യാവശ്യം നല്ല സെറ്റാ. എന്താ അറിയോ, ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ അങ്ങാടി നിർത്തിയിട്ടപ്പോ ഒരു പിക്കപ്പ് വന്ന് വണ്ടി ഇടിച്ചു. ബാക്ക് വന്നിടിച്ചു. നല്ല ഇതായി, നല്ല സ്ക്രാച്ച്. സാധാരണ നമ്മുടെ ആക്റ്റീവ അല്ലെങ്കിൽ വേറെ വണ്ടിയാണെങ്കിൽ നല്ല പ്രസ് ചെയ്ത് അത്. അപ്പൊ ഇതാകെ ഇവിടെ കണ്ട ആ വണ്ടിയുടെ ഒരു പെയിന്റ്, ഇത് അതില് പ്രസ്സായി പോയി. ശരിക്കും സ്റ്റിക്കർ ഇട്ടിച്ചാ പോവും, ഇനി അല്ലെങ്കിൽ നമ്മൾ ബഫ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. പെട്ടെന്നൊന്നും ആവൂല. ബോഡി അത്യാവശ്യം സ്ട്രോങ് ഉണ്ട്. നമ്മുടെ ആക്റ്റീവക്ക് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ്, ഇത് മെറ്റൽ അല്ല, അത് ഫൈബർ, ഒരു ടൈപ്പ് ഫൈബർ ആണ്. ഇത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് കേട്ടോ. അല്ലാത്ത വണ്ടികൾക്ക്, ഈ പെട്രോൾ വണ്ടികൾക്കൊക്കെ ഇവിടെ മെറ്റൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം മെറ്റൽ, ബാക്കി ഫൈബർ വരുന്ന ആക്സസ് ഒക്കെ ഉണ്ട്. ഇത് മൊത്തത്തിലേ അങ്ങനെ തന്നെയാണ്. ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും പക്ഷെ ഈ ഒരു ഭാഗം മെറ്റലാണ്. ഇത് ഇതിന്റെ ആ ഒരു സിസ്റ്റം മാത്രമാണ്. അവിടെ ബാറ്ററി ഇത് വരുന്നോണ്ട്, മോട്ടോർ വരുന്നോണ്ടുള്ള അത് മാത്രമാണ് മെറ്റൽ വരുന്നത്. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ ബില്ല് എത്ര വരുന്നുണ്ട്? കറണ്ട് ബില്ല്. നമ്മൾ എണ്ണ ചാർജ് പറയും പോലെ കറണ്ട് ബില്ല്. ഞാന് മുമ്പ് ഓടിച്ചിരുന്ന വണ്ടി ഒരു മാസത്തേക്ക് ഏകദേശം 4500 രൂപയുടെ എണ്ണ അടിക്കണം. കാരണം എന്റെ ജോലിക്ക് അനുസരിച്ചിട്ട് എനിക്ക് 20 40 കിലോമീറ്റർ എനിക്ക് ഓടണം. പിന്നെ എക്സ്ട്രാ ഓടുന്ന ഈ അങ്ങാടി എന്ന് ചില ഓട്ടങ്ങൾ. അപ്പൊ ഏകദേശം എന്തായാലും ഒരു 50-55 കിലോമീറ്റർ എനിക്ക് ഡെയിലി ഓടാനുണ്ട്. ശനി ഞായർ ചില ദിവസങ്ങളിൽ നമ്മൾ പൊതുവെ എവിടെയെങ്കിലൊക്കെ പോവാനായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 4500 രൂപയുടെ എണ്ണ വേണ്ടി വരും, മാസത്തിൽ വേണ്ടി വരും. അതിപ്പം ഇപ്പോ വണ്ടി എടുത്തപ്പോ ഇപ്പൊ ഓൾറെഡി എന്റെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് TV ഒന്നും ഇല്ലാത്തത് കൊണ്ട് സാധാ ഒരു സെറ്റപ്പില് ഒരു 600-650 രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത്. ഈ 2 മാസം കൂടുമ്പോഴുള്ള ബില്ലാണോ? 2 മാസം 600-650 അത്രേ വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും വീട്ടിൽ മൊത്തം ചാർജ് വെച്ച് നോക്കുമ്പോഴും അല്ല, വീട്ടില് നോർമല് വീട്ടില് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഈ വണ്ടി വന്നതിന് ശേഷം ഒരു 600 കൂടെ കൂടി 1050. ഞാൻ വണ്ടി എടുത്ത ആ മാസം 1050 വന്നത്. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 2 മാസം കഴിഞ്ഞപ്പോ 1050, പിന്നെ ഒരു 1300 ചില്ലറ, പിന്നെ ഒരു 2010 2000 ചില്ലറ അത് വന്നിട്ടുണ്ട്. അത് മറ്റേ ഈ അഡ്വാൻസ് എടുക്കാന്നുള്ള അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 600-650 രൂപ കറണ്ട് ബില്ല് വീട്ടിൽ നിന്ന് മാത്രമാണ് അധികവും ചാർജ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ എപ്പോഴെങ്കിലും മാത്രം പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം എന്ത് ചെയ്യും, ഒന്ന് കുത്തും. അല്ലാതെ വീട്ടിൽ നിന്നായിരിക്കും അധികം ചാർജ്. കാരണം നേരെ വരുന്നു, വീട്ടിൽ നിന്ന് വരുന്നു, ഈ ഓട്ടങ്ങളൊക്കെ പോകും, അവിടെ എത്തുന്നു ഏകദേശം 40% ചാർജ് ആയി ഉണ്ടാവും. അപ്പൊ ഞാൻ കുത്തിയിടും. അപ്പൊ അതൊരു 90 ആകുമ്പോഴേക്കും ഓഫാക്കും. അല്ലെ 100 അങ്ങനെ എത്തില്ല. ഓഫാക്കിയിട്ടിട്ട് ശരിക്കും രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ പകൽ ഓഫാക്കിയാൽ മതി. ആ ഒരു സിസ്റ്റം അത്രയേ ഉള്ളൂ. അപ്പൊ
അല്ലാതെ എമർജൻസി ഓട്ടങ്ങളൊന്നും നടക്കത്തില്ല. നടക്കൂല. അതൊരു ഭയങ്കര വിഷയമാണ്. ഇനി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ കൊണ്ട് ചാർജിങ് സിസ്റ്റം റെഡി ആകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമർജൻസി ഓട്ടോ കാര്യങ്ങളൊക്കെ പറ്റും. അതൊരു ഫാക്ട് ആണ്. അതെ, ശരി. അതൊക്കെ ഇനിയിപ്പോ ചിലപ്പോ അപ്ഡേഷൻ വരുമായിരിക്കും. ഇത് മുമ്പ് ആരോ പറഞ്ഞത് കേട്ടോ, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല, അങ്ങനെ ഞാൻ അന്വേഷിച്ചില്ല. ചാർജർ എത്രയോ, ഇപ്പൊ ഇതിന്റെ ചാർജറിന് 15 റുപ്യ വരാം, 15,000 റുപ്യ. ഇപ്പം പുതിയൊരു ചാർജർ വന്നു 45 രൂപക്ക്, കുറച്ചുകൂടി സ്പീഡ് ചാർജ് ചെയ്യണേ. പക്ഷെ അങ്ങനെ വരുമ്പോ വണ്ടിക്ക് കംപ്ലൈന്റ് വരാൻ സാധ്യത ഉണ്ടാവും. അതിനനുസരിച്ച് ബാറ്ററി മാറേണ്ടി വരും. ആ ബാറ്ററി മാറേണ്ടി വരും. അപ്പൊ അത് അടുത്ത വണ്ടികൾക്ക് ചിലപ്പോൾ മിക്കവാറും അത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പൊ പിന്നെ ഏകദേശം വണ്ടി ഓടി ഇപ്പൊ 3 വർഷം, ഞാൻ പറഞ്ഞില്ലേ അടവ് വരുന്ന 3 വർഷം. എനിക്ക് അടവ് വരുന്നത് 4,400 റുപ്യാണ്. ഒരു മാസം 4,500 റുപ്യയുടെ എണ്ണ അടിക്കുന്ന എനിക്ക് പുതിയ വണ്ടി കിട്ടി. 4,400 റുപ്യ അടവ് വരുന്നുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് 100 റുപ്യ ലാഭമാണ്. പിന്നെ ഈ 600 രൂപ എന്ന് പറയുന്നത് 2 മാസം കൂടുമ്പോഴല്ലേ, അത് വലിയൊരു പൈസ ആയിട്ട് കാണാൻ നമ്മള് ചായ കുടിക്കുന്ന പൈസ കരുതാം, അത് അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ വണ്ടി ലാഭമാണ്. 3 വർഷം കഴിഞ്ഞാൽ അടവും കഴിഞ്ഞില്ലേ, അപ്പൊ വെറുതെ ഒരു വണ്ടി ഇങ്ങനെ ഓടും. പിന്നെ പ്രകൃതിയോട് കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരു വണ്ടി ഇങ്ങനെ ഓടും, ആർക്കും ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. പ്രകൃതിയോട് ഇണങ്ങി അങ്ങനെ ജീവിക്കുകയും ചെയ്യാം. അതെ, നമ്മള് നാട്ടുകാരായതുകൊണ്ട്, വയനാട്ടുകാരായതുകൊണ്ട് അങ്ങനെ ജീവിക്കാം, വേറെ ഒന്നുമില്ല. അതാണ് ഇതിന്റെ സംഭവങ്ങൾ. ഓക്കെ, ഫൈൻ, ശരി. അപ്പൊ അഷ്കർ, ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഇങ്ങനൊരു വണ്ടി ആക്ച്വലി പൈസ ചെലവില്ലാണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഓടിക്കുകയാണെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി എന്നാണ് പറയുന്നത്, അല്ലെ? അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ച വണ്ടിയല്ലേ, അതിന്റെ ആ ഒരു ഉപകാരങ്ങൾ വേറെ ആളോട് പറയുമ്പോൾ പ്രേക്ഷകർക്കും അതൊരു ഇതാവുമല്ലോ. താല്പര്യമുള്ളവർക്ക് വണ്ടി എടുക്കാം. പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മളൊരു ഫോൺ യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാം. ഇടയ്ക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യണം, കാരണം ഇതിന്റെ സ്ക്രീനൊക്കെ ഹാങ് ആവും. നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന പോലെ സ്ക്രീൻ ഹാങ് ആവും. അപ്പൊ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കയറ്റത്തുനിന്ന് പോലും ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടില്ലാതെ ഒന്നും നടക്കൂല. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ പോവാണെങ്കിൽ സെറ്റാണ്. നമുക്ക് ബാലൻസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സംഭവം പറയാം. അപ്പൊ ഞാൻ മേടിച്ചതാണ് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും, കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ചെറിയ ചെറിയ സംഭവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് നേരുന്നു. ഓക്കെ, താങ്ക് യു.